ഹായ് പ്ലസ് ടു മക്കളെ, എന്തൊക്കെയാണ്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ പോലും പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലൊരു ധാരണ ഉണ്ടാവും, അതായത് പ്ലസ് ടു എക്സാം ടഫാവും, മാത്സും ടഫാവും എന്നുള്ളൊരു ധാരണയിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനൊരു സുഖം തരാനുള്ളൊരു കാര്യം തന്നെയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സിന് ടഫാവുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും ഈ 6 ദിവസങ്ങളിൽ നിങ്ങൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാവും തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവരുതാണെന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്ലസ് ടുവിന് ശേഷമുള്ള പഠനം എന്ന് പറയുന്നത് നിങ്ങൾ അതേ രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അത്രത്തോളം പഠിച്ചു വന്നിട്ടും ടഫാവുന്ന ആളുകളുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള അഡ്മിഷനെ അത് ബാധിക്കുന്നതല്ല. നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു പക്ഷേ ബാധിച്ചേക്കാം. നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങണം, 1200 1200 വാങ്ങണം, അല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടാവും. പക്ഷേ അഡ്മിഷനിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികൾ തന്നെയാണ് നിങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവർക്കൊക്കെ പെർസെൻറ്റേജ് അതിൻ്റേതായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി ആ ടഫ് ആയതുകൊണ്ട് ഞാൻ പറയാൻ കേട്ടോ, നിങ്ങൾക്ക് എളുപ്പമാവട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ അത് വലിയ രീതിയിൽ ബാധിക്കുന്നതല്ല. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ പോകാൻ പോകുന്ന കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ അത് ബാധിക്കുന്നതല്ല. കേരളത്തിലുള്ള കാര്യമാണ്. പിന്നെ മറ്റു പുറമുള്ളവർക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എൻട്രൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ മാർക്ക് ഒരു വിഷയമേ അല്ല. 75% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഓരോ എക്സാമുകൾക്കും അതേ രീതിയിലുള്ള കട്ട് ഓഫ് ആണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി മുന്നിൽ പോകാൻ പോകുന്ന എക്സാമിനെ പറ്റി മാത്രം ആലോചിക്കുക, അത് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ദിവസം നിങ്ങളുടേതാവട്ടെ. ഇതുവരെ നിങ്ങൾ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റായിട്ട് മാത്തമാറ്റിക്സ് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് ഈസി മാത്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു കമൻറ്റ് ഇടുക. ബൈ.